ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേകുന്ന ഒരു നാഴികക്കല്ലായി അഞ്ചാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് നിർമ്മാണത്തിന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനുമതി നൽകിയിരിക്കുകയാണ്. ഈ തന്ത്രപ്രധാന പദ്ധതിയുടെ നേതൃത്വം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി ഏറ്റെടുക്കും. 2025 എയ്റോ ഇന്ത്യ ഷോയിൽ പ്രദർശിപ്പിച്ച AMCയുടെ പൂർണ്ണ വലിപ്പമുള്ള മോഡൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഈ പദ്ധതിക്ക് അംഗീകാരവും നൽകിയിരുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതിനും ആഭ്യന്തര വ്യോമയാന വ്യവസായത്തിന് പുത്തൻ ഉണർവ് പകരുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പ്പാണ് ഈ പദ്ധതിയെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ADA ഉടൻ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പുറത്തിറക്കുമെന്നും ഇത് AMCയുടെ പ്രോട്ടോടൈപ്പ് വികസനത്തിനുള്ള ആദ്യ പടിയാണെന്നും മന്ത്രാലയം അറിയിച്ചു. AMCയെ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയെ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിലേക്ക് ഉയർത്തും. ശത്രുവിന്റെ റഡാറുകളിൽ നിന്ന് മറഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഈ വിമാനത്തിന് പ്രധാന സവിശേഷതയാണ്. ഇത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ വിമാനത്തെ പ്രാപ്തമാക്കും. അത്യാധുനിക സെൻസറുകൾ, റഡാറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള AMCയെ പൈലറ്റിന് മികച്ച സിറ്റുവേഷണൽ അവയർനെസ് നൽകുകയും ദൗത്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യോമ മേധാവിത്വം, ഗ്രൗണ്ട് ആക്രമണം, രഹസ്യാന്വേഷണം തുടങ്ങിയ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഈ മൾട്ടി റോൾ യുദ്ധവിമാനത്തിന് കഴിവുണ്ട്. ശക്തവും വിശ്വസനീയവുമായ പ്രകടനത്തിനായി ഇരട്ട എഞ്ചിനുകളാണ് AMCയിൽ ഉപയോഗിക്കുക. എഞ്ചിൻ വികസനത്തിന് വിദേശ സഹകരണം തേടാനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട്. ഈ പദ്ധതി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. എന്നാൽ മുൻകാല തദ്ദേശീയ പ്രതിരോധ പദ്ധതികളെ ബാധിച്ച കാലതാമസവും ചെലവ് വർധനവും AMCയുടെ വികസനത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 41 സ്ക്വാഡ്രണുകൾക്ക് പകരം 29 സ്ക്വാഡ്രണുകൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ IAFന്റെ കുറഞ്ഞ എണ്ണവും മന്ദഗതിയിലുള്ള സംഭരണ പ്രക്രിയയും പ്രതിരോധ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. AMCയെ പോലുള്ള തദ്ദേശീയ പദ്ധതികൾ ഈ വിടവ് നികത്തുന്നതിനും ഇന്ത്യയെ ഒരു പ്രധാന വ്യോമശക്തിയാക്കി മാറ്റുന്നതിനും ആത്മനിർഭർ ഭാരത് ലക്ഷ്യം വെക്കുന്നതിനും വലിയ സംഭാവന നൽകും. AMCയുടെ വിജയകരമായ വികസനം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ആഗോളതലത്തിൽ രാജ്യത്തിന്റെ സാങ്കേതിക ശേഷിയെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. ഏകദേശം 15,000 കോടി രൂപ ചെലവ് കണക്കാക്കുന്ന ഈ പദ്ധതി 2034 നിർമ്മാണം പൂർത്തിയാക്കി 2035 വ്യോമസേനയുടെ ഭാഗമാകുമെന്നാണ് DRDOയുടെ പ്രതീക്ഷ. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന, ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കാൻ ശേഷിയുള്ള സൂപ്പർ ക്രൂസ് സവിശേഷതയുള്ള AMCയെ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അരേ റഡാറുകൾ ഉപയോഗിക്കും. ഇതിലൂടെ ഡ്രോണുകളും മിസൈലുകളും ഉൾപ്പെടെയുള്ള ശത്രു ലക്ഷ്യങ്ങളെ ദൂരെ നിന്ന് തിരിച്ചറിയാനും തകർക്കാനും സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് Su-30 MKI വിമാനങ്ങളുടെ പിൻഗാമിയായി AMCയെ കണക്കാക്കപ്പെടുന്നു. ഇത് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷിയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കും. AMCയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയെന്ന് ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കാം. AMCയെ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങളുടെ ലീഗിൽ ഇന്ത്യയെ എത്തിക്കും. ശത്രു റഡാറുകൾക്ക് പിടികൊടുക്കാത്ത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ AMCയുടെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരിക്കും. ഇത് വിമാനത്തിന് ശത്രു വ്യോമ പ്രതിരോധത്തെ മറികടന്ന് ആക്രമണം നടത്താൻ സഹായിക്കും. അത്യാധുനിക സെൻസറുകൾ, റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവ AMCയിൽ ഉൾപ്പെടുത്തും. ഇത് പൈലറ്റിന് മികച്ച സിറ്റുവേഷണൽ അവയർനെസ് നൽകുകയും ദൗത്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി പൂർത്തിയാക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യോമ മേധാവിത്വം, ഗ്രൗണ്ട് അറ്റാക്ക്, രഹസ്യാന്വേഷണം തുടങ്ങിയ വിവിധ ദൗത്യങ്ങൾ നിർവഹിക്കാൻ AMCയ്ക്ക് കഴിയും. വിശ്വസനീയവും ശക്തവുമായ പ്രകടനത്തിനായി 2 എഞ്ചിനുകളായിരിക്കും AMCയിൽ ഘടിപ്പിക്കുക. എഞ്ചിൻ വികസനത്തിനായി വിദേശ പങ്കാളിത്തം തേടാനും സാധ്യതയുണ്ട്. ഈ പദ്ധതി ഇന്ത്യക്ക് വലിയ പ്രാധാന്യമുള്ളതാണെങ്കിലും മുൻകാലങ്ങളിൽ തദ്ദേശീയ പ്രതിരോധ പദ്ധതികൾക്ക് നേരിട്ട കാലതാമസവും ചെലവ് വർധനവും ഈ പദ്ധതിയെ ചോദ്യചിഹ്നത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി എക്കാലത്തെയും താഴ്ന്ന നിലയിലായിരിക്കുന്ന സമയത്താണ്, അതായത് അനുവദീയമായ 41 സ്ക്വാഡ്രണുകൾക്ക് പകരം IAFന് നിലവിൽ 29 സ്ക്വാഡ്രണുകൾ മാത്രമുള്ളപ്പോഴാണ് AMCയ്ക്ക് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്.